ആയുർവേദത്തിൽ എങ്ങനെയാണ് സൈനസൈറ്റിസ് ട്രീറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പൊതുവേ നമ്മൾ നസ്യമാണ് പ്രധാനമായിട്ടൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് കാണുന്നത്. അപ്പം നസ്യത്തിന്റെ കൂടെ തന്നെ നമ്മൾ ഇന്റേണൽ മെഡിക്കേഷൻസും കൊടുക്കാറുണ്ട്. ലൈക്ക് പത്യാദി കഷായം, മരണാദി അങ്ങനത്തെ കുറേ കഷായ കൂട്ടുകളുണ്ട്. അതൊക്കെ നമ്മുടെ ഈ ഹെഡേക്കിന് സൈനസൈറ്റിസിനായിട്ട് പ്രധാനമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ നസ്യം ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അണുതൈലമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അണുതൈലം നമ്മൾ പ്രതിവർഷ നസ്യമായിട്ടാണ് കൊടുക്കുന്നത്. നസ്യത്തിനൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു നമുക്ക് ജത്രൂർദ്ധഗതമായ രോഗങ്ങൾക്ക് എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ആഹ്, നെക്കിന് മേലിലോട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും പ്രധാനമായ ഒരു ചികിത്സയാണ് നസ്യം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇത് കണക്ക് നേസൽ സ്വെല്ലിങ്സ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. നേസൽ മെംബ്രെയിൻ ഉണ്ടാവുന്ന സൈനസ് മൂലം ഉണ്ടാവുന്ന സ്വെല്ലിംഗ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതേ കണക്കിന് നമ്മളുടെ കണ്ണിനുള്ള അസുഖങ്ങൾക്കും നസ്യം ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ്. ഉം. ഇപ്പം നസ്യത്തിന്റെ ബെനിഫിറ്റ് പറയുവാണെങ്കിൽ ഇത് കുറേ നമ്മളെ ഇയേഴ്സിനും അതേ കണക്കിന് നമ്മളെ ഹെയർ ഗ്രോത്തിനും ഐസിനും ഒക്കെ നസ്യം കൊണ്ട് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടാണ് വരുന്നത്. നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രതിവർഷ നസ്യമാണ് ചെയ്യുന്നത്. അതിപ്പം നമ്മളൊരു ഡോസ് കൂട്ടി കൂട്ടിയായിരിക്കും ചെയ്യുന്നത്. ഇപ്പം 2 ഡ്രോപ്സ്, 4 ഡ്രോപ്സ് അങ്ങനെ അതിപ്പം നിങ്ങളെ കാണിക്കുന്ന കൺസൾട്ടിംഗ് ഡോക്ടറിന്റെ അണ്ടറിലായിരിക്കും നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെന്റ് പൊതുവെ കൊടുത്തു വരുന്നത്. അപ്പം നസ്യം ഏതൊക്കെ കണ്ടീഷനിലാണ് നസ്യം ചെയ്യാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു നേസൽ ബ്ലോക്ക് ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ നസ്യം പ്രിസ്ക്രൈബ് ചെയ്യത്തില്ല. അതേ കണക്കിന് നസ്യം ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതേ കണക്ക് വെയിലത്തിറങ്ങുക, കാറ്റ് കൊള്ളുക ഇതൊക്കെ അവോയ്ഡ് ചെയ്ത് പോകാൻ നമ്മൾ പറയാറുണ്ട്.